71ാമത് ദേശീയ പുരസ്കാരങ്ങളായിരുന്നു പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രമായി വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം മലയാളത്തിന് 4 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച സഹനടിയായി ഉർവശിയും മികച്ച സഹനടനായി വിജയരാഘവനും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി 2018 എന്ന ചിത്രത്തിലൂടെ മോഹൻദാസ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച എഡിറ്ററായി പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മിഥുൻ മുരളി സ്വന്തമാക്കുകയും ചെയ്തു. മികച്ച നടനായി ഷാരൂഖ് ഖാനും മികച്ച നടിയായി റാണി മുഖർജിയും കരിയറിലെ ആദ്യ ദേശീയ പുരസ്കാരം നേടി. വിക്രാന്ത് മാസി ഷാരൂഖിന് ഒപ്പം ഈ അവാർഡ് മികച്ച നടൻ എന്ന പുരസ്കാരം പങ്കിടുകയും ചെയ്തു. മലയാളത്തിന് വീണ്ടും തിളക്കമേറുന്നതാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ഉർവശി മികച്ച സഹനടിയായപ്പോൾ മികച്ച സഹനടനായി വിജയരാഘവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ 2ാമത്തെ ദേശീയ പുരസ്കാരം ലീലാമ്മ എന്ന കഥാപാത്രത്തിലൂടെ ഉർവശി സ്വന്തമാക്കിയപ്പോൾ വിജയരാഘവൻ തന്റെ ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. മികച്ച നടനായി ഷാറൂഖ് ഖാൻ, വിക്രാന്ത് മാസി എന്നിവരെ തിരഞ്ഞെടുത്തു. ജവാൻ എന്ന ചിത്രത്തിലൂടെ ഷാറൂഖ് നേട്ടം കൈവരിച്ചപ്പോൾ 12th ഫെയിലൂടെയാണ് വിക്രാന്ത് മാസി അവാർഡ് സ്വന്തമാക്കിയത്. റാണി മുഖർജിയാണ് മികച്ച നടി. മിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെയാണ് റാണി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത്. വിക്രാന്ത് മാസിയെ നായകനാക്കി വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം നേടി. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം ഉള്ളൊഴുക്കിനും ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം എന്ന ചിത്രത്തിനും 2 പുരസ്കാരങ്ങൾ ലഭിച്ചു. മികച്ച മലയാള ചിത്രമായും ഉള്ളൊഴുക്കിനെ തിരഞ്ഞെടുത്തു. ഒരുപാട് വർഷത്തെ പ്രയത്നമാണ് ഉള്ളൊഴുക്കെന്ന് പുരസ്കാര നേട്ടത്തിന് ശേഷം ക്രിസ്റ്റോ ടോമി പ്രതികരിച്ചു. എന്താണ് ബ്ലെസ്ഡ് എന്ന് പറയാനേ ഉള്ളൂ. ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള 2 ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അവരില്ലെങ്കിൽ ഈ സിനിമയില്ല. അവരുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നത്. ഞാൻ എഴുതി വെച്ച പല സീൻ പോലും അവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു പുതിയ മാനവും പുതിയൊരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകുമായിരുന്നു. മികച്ച തെലുങ്ക് ചിത്രമായി ഭഗവന്ത് കേസരിയെയും മികച്ച തമിഴ് ചിത്രമായി പാർക്കിങ്ങും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ജനപ്രിയ ചിത്രമായി റോക്കി ഓർ റാണി കി പ്രേം കഹാനി തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം സാം ബഹാദൂറിന് ലഭിച്ചു. മികച്ച കുട്ടികളുടെ ചിത്രമായി നാൽ 2 തിരഞ്ഞെടുക്കപ്പെട്ടു. ഉർവശിക്കൊപ്പം ഗുജറാത്തി നടി ജാനകി ബോദിവാലയും മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാർക്കിംഗ് എന്ന ചിത്രത്തിലൂടെ MS ഭാസ്കറയും വിജയരാഘവനൊപ്പം മികച്ച സഹനടനായി തിരഞ്ഞെടുത്തു. പൂക്കാലത്തിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിലൊരുങ്ങിയ 2018 എന്ന ചിത്രത്തിലൂടെ മോഹൻദാസും നേടി. 2023 സെൻസർ ചെയ്ത സിനിമകൾ പരിഗണിച്ചാണ് പുരസ്കാരം നിർണയിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജ ശ്യാം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഈ വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് അവാർഡിൽ എത്തിച്ചത് എന്നുള്ളതായിരുന്നു MK രാംദാസിന്റെ പ്രതികരണം. മാധ്യമപ്രവർത്തകൻ ആയതിനാൽ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മളൊരു പിന്തുടരുകയാണ് ചെയ്തത്. കുറേ കാലത്തെ ഒരു പിന്തുടരലാണ്. ഞാനൊരു ജേർണലിസ്റ്റ് കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘകാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരം ആക്ടിവിറ്റികൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്താറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടൊരു താല്പര്യമാണ് നമ്മൾ ഇങ്ങനെ ഇതൊരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പലരുടെയും സഹായത്തോട് കൂടിയിട്ടാണിത്. 2018 മുതലുള്ള ഒരു വലിയ എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഒന്നെന്താ പറഞ്ഞാൽ ഇതിൻ്റെ സബ്ജക്റ്റാണ് ഇതിൻ്റെ പ്രശ്നം. ഇതൊരു വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ വിലയിരുത്തിയത്. കാരണം പാരമ്പര്യമായിട്ട് നമ്മളുടെ കൈവശമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മളുടെ ഭക്ഷണം നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മളുടെ സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു. സംസ്കാരവും ഭക്ഷണവും ഒക്കെ ഒന്നാണ്, അല്ലെങ്കിൽ അതിന് അഭേദ്യമായ ബന്ധങ്ങളുണ്ടെന്നൊക്കെ കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. സമൂഹത്തിൻ്റെ മുന്നിലൊരു മാതൃകയായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണം കൂടിയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് ഈ ഒരു ആശയം, അത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആശയം, അത് മുന്നോട്ട് വെക്കാനൊക്കെ ഈ ഒരു പുരസ്കാര ലബ്ധിയിലൂടെ, ഇങ്ങനൊരു ആദരവ് എനിക്ക് കിട്ടുന്നതിലൂടെ എനിക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ സന്തോഷം എന്നായിരുന്നു നടൻ വിജയരാഘവൻ പ്രതികരിച്ചത്. ലഭിച്ചത് രാജ്യത്തിന്റെ അംഗീകാരമാണ്. സിനിമയിൽ 42 വർഷം കഴിഞ്ഞു. പ്രേക്ഷകന്റെ ഇഷ്ടമാണ് നയിക്കുന്നത് എന്നും വിജയരാഘവൻ പ്രതികരിച്ചു. സന്തോഷം. പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നത്, പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. പിന്നെ ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ മറ്റ് പ്രൊഫഷനൊന്നും പോയിട്ടില്ല. എൻ്റെ പ്രൊഫഷനാണ്. എൻ്റെ എല്ലാം ഈ പറഞ്ഞ അഭിനയമാണ്. ഈ പറഞ്ഞ ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തിൽ. അപ്പം നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പോൾ മുതൽ പ്രൊഫഷണലായിട്ട് ആക്ടറായി നാടകത്തിൽ.
പിന്നിപ്പം സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 42 വർഷമായി സിനിമ മാത്രം. നാടകവും സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 53-54 വർഷമായി. യെസ്, ശ്രീജ ശ്യാമാണ് ചേരുന്നത്. ശ്രീജ, ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അവിടെയും പുരസ്കാരത്തിൻ്റെ പൂക്കാലം തന്നെയാണ് മലയാളികൾക്ക് എന്ന് പറയാൻ കാരണം ഒട്ടേറെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഉർവശിയെപ്പോലെ ഒരു നടി വർഷങ്ങളായി അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഈ വേഷങ്ങൾ എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്ന് ആവർത്തിച്ചിരുന്നു ഉർവശി. അങ്ങനെയൊരു വേഷം അവാർഡിലേക്ക് എത്തുന്നു. അല്പസമയം മുമ്പ് വിജയരാഘവൻ്റെ വാക്കുകൾ നമ്മൾ കേട്ട് കാണും. വലിയൊരു നാടകാചാര്യൻ്റെ മകനായി ജനിച്ച് കുട്ടിക്കാലം മുതൽ അഭിനയം തുടങ്ങിയതാണെങ്കിലും പുരസ്കാര ഷെൽഫ് പരിശോധിച്ചാൽ അധികമൊന്നും ഉണ്ടാകില്ല വിജയരാഘവൻ്റെ വീട്ടിൽ. അവിടേക്കാണ് ഒരു ദേശീയ പുരസ്കാരം എത്തുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. ഒപ്പം മറ്റ് അവാർഡുകൾ പരിശോധിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഷാരൂഖ് ഖാൻ അടക്കം അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു. അത്തരം ചില പ്രത്യേകതകൾ കൂടിയുണ്ടല്ലോ ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനത്തിന്. തീർച്ചയായും അഭിലാഷ് പറഞ്ഞതുപോലെ ആ 2 പ്രധാനപ്പെട്ട അവാർഡുകൾ കിട്ടിയ താരങ്ങളെ എടുത്താൽ തന്നെ അതിലൊരു വലിയ കൗതുകമുണ്ട്. അതിലൊന്ന് നമ്മുടെയൊക്കെ ഇന്ത്യൻ പ്രേക്ഷകരുടെയൊക്കെ പ്രിയപ്പെട്ട ജോഡിയാണ് എപ്പോഴും ഷാരൂഖ് ഖാനും റാണി മുഖർജിയും. നമ്മൾ ഒരുപാട് അവരുടെ സിനിമകൾ ആസ്വദിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാനും റാണി മുഖർജിയും ഇതാദ്യമായി ദേശീയ പുരസ്കാരം നേടുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇരുവർക്കും ഒരു മികച്ച നടനും നടിക്കുമുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇഷ്ടപ്പെട്ട താരജോഡിയായ അവർ രണ്ടുപേരും ഒന്നിച്ച് ഇത്തവണ അവാർഡ് വാങ്ങുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചും ഏറ്റവും പ്രിയപ്പെട്ട 2 താരങ്ങളാണ് എപ്പോഴും നമുക്ക് വിജയരാഘവനും ഉർവശിയും ഒക്കെ. പക്ഷേ നായികന്മാരുടെ കഥാപാത്രങ്ങൾക്ക് പുരസ്കാരം കിട്ടുന്ന ഒരു ട്രെൻഡൊക്കെ കഴിഞ്ഞ് ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 100 വയസ്സ് പ്രായമുള്ള ഒരു കഥാപാത്രത്തെയാണ് പൂക്കാലം എന്ന സിനിമയിൽ വിജയരാഘവൻ അവതരിപ്പിച്ചത്. ലീലാമ്മ എന്ന് പറയുന്ന ഉള്ളൊഴുക്കിലെ കഥാപാത്രം വേദനകളെ നിശബ്ദം ഉള്ളിലൊതുക്കി മുഖത്തൊരു കടല് തന്നെ, അഭിനയത്തിൻ്റെ ഒരു സാഗരം തന്നെ ഒളിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു ലീലാമ്മ എന്ന കഥാപാത്രം. ആ 2 കഥാപാത്രങ്ങളും ചെയ്തവർക്ക് ദേശീയ തലത്തിൽ മലയാളത്തിൻ്റെ മുഴുവൻ അഭിമാനമായി അവർ രണ്ടുപേരും ഈ അവാർഡ് നേടുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഈ ഉള്ളൊഴുക്കിൻ്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി പലതവണ പറഞ്ഞിട്ടുണ്ട്, ഉർവശിയെ കൺവിൻസ് ചെയ്ത് ഈ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഏറ്റവും പാട്. അതിനായി എത്രയോ നാൾ കാത്തിരുന്നു, ഉർവശി സമ്മതിക്കാൻ വേണ്ടി എത്രയോ നാൾ കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കഥാപാത്രം ചെയ്യാൻ ഉർവശി തന്നെ വേണമെന്ന ക്രിസ്റ്റോ ടോമിയുടെ ബോധ്യത്തെ ഇപ്പോൾ രാജ്യം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉർവശിയുടെ പ്രതികരണമൊക്കെ കാണുന്നുണ്ട്. മികച്ച നടിക്കുള്ള പുരസ്കാരം വേണമെങ്കിൽ അവർക്ക് പങ്കിട്ട് കൊടുക്കാമായിരുന്നു. വാസ്തവത്തിൽ ശരിയാണ്, ഉർവശിയെ പോലൊരു നടിക്ക് കേരള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഉള്ളൊഴുക്കിലെ ലീലാമ്മയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. ഉർവശിക്ക് ആ കഥാപാത്രം അവതരിപ്പിച്ചതിന് ദേശീയ പുരസ്കാരം, മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഒക്കെ കിട്ടാവുന്നതാണ്. പക്ഷേ ഇത്തവണ ആ പുരസ്കാരം നേടിയത് റാണി മുഖർജിയാണ്. റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലൂടെ ആ പുരസ്കാരം സ്വന്തമാക്കുമ്പോൾ നമുക്ക് അതും മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം അത്രയേറെ മനോഹരമായാണ് മിസ്സിസ് ചാറ്റർജി എന്ന കഥാപാത്രത്തെ റാണി മുഖർജി അവതരിപ്പിച്ചിരിക്കുന്നത്. സാഗരിക ചക്രവർത്തി എന്ന റിയൽ ലൈഫ് ക്യാരക്ടറിനെയാണ് ഈ സിനിമയിൽ ശരിക്കും സംഭവിച്ച ഒരു കഥയാണത്. ആ ക്യാരക്ടറിനെ ഏറ്റവും നൈസർഗികമായി ഏറ്റവും നന്നായി തന്നെ അവതരിപ്പിച്ചതിനാണ് റാണി മുഖർജിയെ തേടി കരിയറിലെ ആദ്യത്തെ നാഷണൽ അവാർഡ് എത്തുന്നത്. പക്ഷേ അതേസമയം ജവാന് ഷാരൂഖ് ഖാന് പുരസ്കാരം ലഭിച്ചതിൽ ആളുകളൊക്കെ അല്പം അത്ഭുതത്തിലാണ് എന്ന് പറയാതെ വയ്യ. ഷാരൂഖിനൊപ്പം വിക്രാന്ത് മാസി കൂടി മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടിരിക്കുന്നു. വിക്രാന്ത് മാസിയുടെ 12th ഫെയിൽ ഇറങ്ങിയ സമയം മുതൽ പ്രേക്ഷകരുടെ മുഴുവൻ, ആരാധകരുടെ മുഴുവൻ ഹൃദയം കവർന്ന സിനിമയാണ്. പോരാട്ടത്തിൻ്റെ വഴിയിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിജയാവുന്നത് എന്ന് വിക്രാന്ത് മാസിയും ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ആയിരുന്നു ആ സിനിമയിൽ അവതരിപ്പിച്ചത്. വിക്രാന്ത് മാസിക്ക് ആ പുരസ്കാരം ലഭിക്കുമ്പോൾ അതും വലിയ അംഗീകാരമായി മാറുന്നുണ്ട്. ഒപ്പം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കൂടി 12th ഫെയിലിനാണ്. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. മലയാളത്തിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട 4 പുരസ്കാരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് മികച്ച സഹനടൻ വിജയരാഘവൻ, മികച്ച സഹനടി ഉർവശി, ഒപ്പം മികച്ച എഡിറ്റിംഗിന് പൂക്കാലം എന്ന ചിത്രം അർഹമായിരിക്കുന്നു. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള അവാർഡും മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മലയാളത്തിനല്ലെങ്കിലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന 1-2 നേട്ടങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് പ്രിയപ്പെട്ട മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ്റെ മകനും വളരെ പ്രശസ്തനായ സൗണ്ട് ഡിസൈനറുമായ MR രാജാകൃഷ്ണൻ അനിമൽ എന്ന ഹിറ്റ് ബോളിവുഡ് ചിത്രത്തിൻ്റെ സൗണ്ട് ഡിസൈനാണ് അദ്ദേഹം ഇപ്പോൾ റീ റെക്കോർഡിങ്ങിനാണ് അദ്ദേഹം പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഇതോടൊപ്പം 2 മലയാളികൾ കൂടി ഈ
പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. അവർ പക്ഷെ മലയാള സിനിമയ്ക്കല്ല, അത് അനിമലിൻ്റെ തന്നെ സൗണ്ട് ഡിസൈൻ, അതാണ് ഞാൻ തെറ്റി പറയാൻ കാരണം. മികച്ച സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും. അവർ അനിമൽ എന്ന ചിത്രത്തിലൂടെ മലയാളിയാണ് നേട്ടം നേടിയിരിക്കുന്നു. അനിമലിൻ്റെ റീ റെക്കോർഡിംഗ് മിക്സിങ്ങിനാണ് MR രാജാകൃഷ്ണൻ പ്രത്യേക പരാമർശം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതൊക്കെയാണ് മലയാളത്തിന് കിട്ടിയ പുരസ്കാരമെങ്കിലും മലയാളത്തിൻ്റെതല്ലെങ്കിലും ചേർത്ത് വെക്കാവുന്ന കൗതുകമുള്ള ഒരു പുരസ്കാരം കേരള സ്റ്റോറിക്ക് കൂടി ലഭിച്ചു എന്നതാണ് ഇത്തവണത്തെ അവാർഡുകൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമായ കാര്യം. കേരള സ്റ്റോറി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ വിമർശിച്ച സിനിമ കൂടിയാണ്. ഒരു വിഭാഗമൊക്കെ അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല കേരളം എന്ന് വലിയൊരു വിഭാഗം ആളുകൾ പറഞ്ഞതാണ്. ആ സിനിമയ്ക്കുമുണ്ട് പുരസ്കാരം എന്ന് പറയുമ്പോൾ തീർച്ചയായും ശ്രീജി സൂചിപ്പിക്കുന്നത് പോലെ മലയാള സിനിമയ്ക്ക് പുറത്തേക്ക് മലയാളികൾ പല സിനിമകളുടെയും അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കും ഇത്തവണ നിരവധിയായി പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചു. അത് പക്ഷേ മലയാളത്തിൻ്റെ അക്കൗണ്ടിൽ അല്ല എങ്കിൽ പോലും നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം.